ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണിത്. 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക. സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ഇട്ട് തരിക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ 3-4 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒട്ടും വെള്ളത്തിൻ്റെ അംശം കാണാൻ പാടില്ല. നന്നായിട്ട് തുടച്ചെടുക്കുക. പച്ചമുളകായാലും കഴുകി നന്നായിട്ട് തുടച്ച് വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ വേണം എടുക്കാനുള്ളത്. എന്നാൽ മാത്രമേ കേടാകാതെ ഒത്തിരി ദിവസം നമുക്കിത് അച്ചാർ സൂക്ഷിക്കാവുന്നതാണ്. ഇതേപോലെ മാങ്ങ നമുക്ക് ചെറുതാ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം കാണാതിരിക്കണം. ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ കുഴപ്പമില്ല. മാങ്ങയൊക്കെ തീരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇത് തയ്യാറാക്കി വെച്ചോളൂ. ഒത്തിരി നാൾ കേടാകാതെ സൂക്ഷിക്കണം പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത്. നമുക്കിതേപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് മാറ്റി വയ്ക്കാം. പച്ചമുളക് ഇതേപോലെ നമുക്ക് വലിയ പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പച്ചമുളക് ചെറുതായിട്ടാണ്. ഇത് 10-20 എണ്ണം ഉണ്ട്. വലുതാണെങ്കിൽ ഒരു 15 പച്ചമുളകൊക്കെ മതിയാവും. ഇത് ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനൊരു 10-20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതേപോലെ അത് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിത് ഒരു ചോപ്പറിലിട്ട് എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ചോപ്പറിലിട്ട് ഇതേപോലെ കുറേശ്ശെയായിട്ടിട്ട് നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം കാണാൻ പാടില്ല. നമ്മൾ ചോപ്പറിലായാലും പെട്ടെന്ന് അച്ചാർ കേടായിപ്പോവും. ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതേപോലെ എല്ലാം മാങ്ങയും ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കാം. അതേപോലെ പച്ചമുളക് ഒന്ന് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കാം. അത് ഈ മാങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം, അല്ലെങ്കിൽ കടു പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. സ്കിപ്പ് ചെയ്താണ് കാണിക്കുന്നത്. ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. മഷി പോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. മഷി പോലെയൊന്നും അരയേണ്ട. അത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് 100 ഗ്രാം നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയത്ത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടിച്ച ആ മസാല എല്ലാം കൂടെ കടുക്, ഉലുവയും ജീരകം എല്ലാം കൂടെ 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും ഇടുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് പിന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഓപ്ഷണലാണ്. നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു പുളിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് അല്പം തണുത്ത് വന്നിട്ടുണ്ട് എണ്ണ. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കടുക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. നേരത്തെ മാറ്റി വെച്ച അതേ ചൂടിൽ തന്നെയാണ്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കുക. നേരത്തെ ആ ചെറിയ ചൂട്, ആ തിളച്ച ആ ചൂടൊന്ന് മാറി ചെറിയ ചൂടോടെയാണ് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല.
ആ ചൂടോടെ തന്നെ നമുക്ക് ഈ മാങ്ങയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയെ കാട്ടി അച്ചാറിനൊക്കെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് 2 ദിവസം കഴിഞ്ഞ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാ അച്ചാറിലും ഉപ്പും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കുക. എടുക്കുന്ന കുപ്പി ആയാലും വെള്ളം തന്നെ ഒട്ടും പാടില്ല. വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. പിന്നെ അതിന് മുമ്പ് ഒരു പ്രോസസ്സ് കൂടെ ഉണ്ട്. എന്താ ഒരു കനലെടുത്തിട്ടുണ്ട്. അത് അല്പം എണ്ണ ഒഴിച്ച് ഇതേപോലെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അച്ചാറിന്. ഇതേപോലെ കുപ്പി ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ സ്മോക്കെല്ലാം പുകയെല്ലാം അതിൽ വരും. എന്നിട്ട് നമ്മളൊന്ന് അച്ചാറിട്ട് ഒഴിക്കുക. അപ്പോൾ ഒരു സ്മോക്കിയുടെ അതിൻ്റെയും കൂടെ ഒരു നല്ലൊരു ഫ്ലേവർ കൂടെ വരും ഈ അച്ചാറിന്. ഇതേപോലെ ചെയ്ത് വെച്ചാൽ നമുക്കിതേപോലെ കുപ്പിയിലാക്കി കൊടുക്കാം. 2 ദിവസം കഴിഞ്ഞെടുക്കുമ്പോഴാണ് ഇതിൻ്റെ അപ്പോഴേ ഉപയോഗിക്കുന്നതിനെ കാട്ടി അതേപോലെ വേറൊരു കുപ്പിയിലൂടെ ഇതേപോലെ സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിനെ കാട്ടി ഗ്ലാസ് കുപ്പികളിലാക്കുന്നതാണ് അച്ചാർ നല്ലത്. നമുക്കിത് ഒരു കുപ്പിയിലൂടെ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നിറച്ച് വയ്ക്കാം. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇതേപോലെ അച്ചാർ കഴിച്ചിട്ടില്ലാത്തവർ മാങ്ങയൊക്കെ തീരുന്നതിന് മുമ്പേ ഒന്നുണ്ടാക്കി നോക്കിയോളൂ. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു അച്ചാറാണിത്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കേടാവാതെയൊക്കെ ഇരിക്കും. എണ്ണ മേളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുമ്പോൾ അച്ചാറിനൊക്കെ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക.